ടിക്കറ്റ് ഇല്ലാത്ത യാത്രയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു വീഡിയോയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഒരു സ്ത്രീയെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റെയിൽവേ ടിക്കറ്റ് എക്സാമിനറും തമ്മിലുണ്ടായ രൂക്ഷമായ വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഈ സംഭവം കേവലം ഒരു തർക്കത്തിനപ്പുറം റെയിൽവേ നിയമങ്ങളെക്കുറിച്ചും യാത്രക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ നിയമം 1989 സെഷൻ 137 ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ നിയമപ്രകാരം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ പിടികൂടിയാൽ യാത്ര ചെയ്ത ദൂരത്തിനുള്ള ടിക്കറ്റ് നിരക്കിന്റെ ഇരട്ടി തുകയോ അല്ലെങ്കിൽ കുറഞ്ഞത് 250 രൂപയോ പിഴയായി ഈടാക്കും. ടിക്കറ്റ് നിരക്ക് കണക്കാക്കുന്നത് യാത്ര ആരംഭിച്ച സ്റ്റേഷൻ മുതൽ TTE പിടികൂടിയ സ്റ്റേഷൻ വരെയുള്ള ദൂരത്തെ അടിസ്ഥാനമാക്കിയാണ്. പിഴ അടയ്ക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ആ വ്യക്തിയെ റെയിൽവേ പോലീസ് ഫോഴ്സിന് കൈമാറുകയും തുടർന്ന് കോടതിയുടെ നടപടികൾക്ക് വിധേയനാക്കേണ്ടി വരികയും ചെയ്യും. കോടതിക്ക് 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി വിധിക്കാവുന്നതാണ്. പ്രചരിച്ച വീഡിയോയിലും ടിക്കറ്റ് ആവശ്യപ്പെട്ട TTEയുടെ സ്ത്രീ വളരെ മോശമായി പ്രതികരിക്കുന്നതായി കാണാം. തന്നോട് മോശമായാണ് ഉദ്യോഗസ്ഥൻ പെരുമാറിയതെന്നാണ് സ്ത്രീയുടെ ആരോപണം.